മാന്യസദസ്സിന് വന്ദനം. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് കഴിവറിയാനുള്ള കഴിവ്. മഹാരാജഗഞ്ചിലെ കൊട്ടാരവളപ്പിലെ തേന്മാവിലാണ് കുയിലമ്മയുടെ താമസം. അവിടെയാകുമ്പോൾ ആരെയും പേടിക്കണ്ടല്ലോ. തേന്മാവിൽ തളിർന്നറിയുമ്പോൾ കുയിലമ്മയ്ക്ക് കുശാലാകും. മാതളിനും കൊത്തിത്തിന്ന് 100,000 രാഗങ്ങൾ അവൾ നീട്ടിപ്പാടും. കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലും കൊത്തളങ്ങളിലും താഴികക്കുടങ്ങളിലും തട്ടി ആ ഗാനം വീണ്ടും വീണ്ടും പ്രതിധ്വനിക്കും. എത്ര ഹൃദ്യമാണെന്നോ ആ സ്വരവിസ്മയം. രാജാവ് നല്ലൊരു കലാകാരനും സംഗീതാസ്വാദകനുമായിരുന്നു. ഇത്രയ്ക്ക് കഴിവുറ്റ ഒരു പക്ഷിയെ തന്റെ കൊട്ടാരത്തിലെ സ്ഥിരം ഗായികയായി കിട്ടുന്നെങ്കിൽ എത്ര നന്നായിരിക്കും. പിന്നെ താമസമുണ്ടായില്ല. കുയിലമ്മയെ പിടിച്ച് കൂട്ടിലടയ്ക്കാൻ രാജാവ് ഉത്തരവിട്ടു. കൂട്ടിൽ കിടന്നുകൊണ്ട് സ്വയം മറന്നു പാടാൻ ആർക്കാകും? പക്ഷേ അതൊന്നും രാജാവ് ഓർത്തില്ല. രാജഭടന്മാർ കൊട്ടാര വളപ്പിൽ പക്ഷിക്കിണിയുമായി റോതു ചുറ്റാൻ തുടങ്ങി. സംഗതി എങ്ങനെയോ മനസ്സിലാക്കിയ കുയിലമ്മ തന്ത്രത്തിൽ മുങ്ങി. ഭടന്മാർ വീട്ടിലുമായി. കൊട്ടാര വളപ്പിൽ താമസിക്കുന്ന ഒരു കുയിലിനെ പിടിക്കാൻ കഴിയാത്തവർ എങ്ങനെ രാജ്യം രക്ഷിക്കും? സൈനാധിപന്റെ മുഖത്ത് നോക്കി രാജാവ് ചോദിക്കില്ലേ? അതോർത്തപ്പോൾ സൈനാധിപന് ഭയമായി. അങ്ങനെ സൈനാധിപൻ ഒരു പോംവഴി കണ്ടുപിടിച്ചു. ഏതെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു പക്ഷിയെ പിടിച്ച് രാജാവിന്റെ മുന്നിൽ ഹാജരാക്കുക. പാട്ട് കേട്ടിരുന്നെങ്കിലും രാജാവ് കുയിലിനെ കണ്ടിട്ടില്ലെന്ന കാര്യം സൈനാധിപന് അറിയാമായിരുന്നു. അങ്ങനെ പട്ടാളം ഒരു തൊപ്പിക്കിലെ പിടികൂടി. ചുവന്ന തൊപ്പിയും ശരീരത്തിന്റെ ചന്തവുമൊക്കെ ചേർന്നപ്പോൾ അതിനൊരു പ്രത്യേകത ഗമയുണ്ടായിരുന്നു. ഇത് മതി, സൈനാധിപൻ പറഞ്ഞു. രാജാവ് തൊപ്പിക്കിളിയെ സ്വർണ്ണക്കൂട്ടിൽ അടിച്ചു. പിന്നെ പണ്ടത്തെ പോലെ മനോഹര രാഗങ്ങളിൽ പാടുവാൻ നിർദ്ദേശിച്ചു. ഗുവേ ഗുവേ തൊപ്പിക്കിളി നീട്ടിപ്പാടി. രാജാവ് അത്ഭുതപ്പെട്ടു. ഇതെന്തു പാട്ട്? അദ്ദേഹം ചോദിച്ചു. രാജാവിനെ പേടിച്ച് തൊപ്പിക്കിളി രാഗവും താളമൊക്കെ മാറ്റി മാറ്റി പാടി. പക്ഷെ അവന്റെ ചുണ്ടിൽ നിന്നും വരുന്നതും കുവേന ഒരേ സ്വരമാതിരി ആയിരുന്നു. രാജാവ് തന്റെ കഥ കഴിക്കും എന്നായപ്പോൾ തൊപ്പിക്കിളി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പൊന്നുതിനു മനസ്സേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല പാട്ടുകാരി കുയിലുമായാലും ഒക്കെയാണ്. അടിയന്റെ പാട്ട് ഇങ്ങേ പുറത്തു വരൂ. അപ്പോഴാണ് രാജാവിന് തന്റെ മുന്നിലിരുന്ന് ഗുവേ എന്ന് വിളിക്കുന്ന പക്ഷി കുയിലല്ലെന്ന കാര്യം മനസ്സിലായത്. അപ്പോൾ തൊപ്പിക്കിളി വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രാജൻ, കഴിവുകൾ ഈശ്വരന്റെ ദാനമാണ്. അത് എല്ലാവർക്കും ഒരുപോലെയല്ല. വിവിധ കഴിവുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കേണ്ടത് അങ്ങയുടെ കടമയാണ്. എന്നാൽ കഴിവുള്ളവരെ കണ്ടെത്തുന്നതും ഒരു ഭരണാധികാരിയുടെ കഴിവ് തന്നെ. കഴിവറിയാനുള്ള ഈ കഴിവാണ് അങ്ങയിൽ നിന്നും ലോകം പ്രതീക്ഷിക്കുന്നത്. രാജാവിന് തന്റെ തെറ്റ് ബോധ്യമായി. രാജാവ് തൊപ്പിക്കിളിയെ സ്വർണ്ണക്കൂട്ടിൽ നിന്നും സ്വതന്ത്രയാക്കി. കൂട്ടുകാരെ, നമ്മളിലും വിവിധ കഴിവുകളുണ്ട്. അവ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും നല്ലൊരു ഭാവി തലമുറയെ രൂപപ്പെടുത്താനും നമ്മുടെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കഴിയട്ടെ. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.